ഹായ് ഓൾ, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലീസ് അക്കാഡമി. അങ്ങനെ നമ്മളുടെ എക്സാം അടുത്ത് വന്നില്ലേ. അപ്പൊ നമ്മുടെ എക്സാമിനുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനോട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. കാരണം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് കോമൺലി ആയിട്ട് ബിസിനസ് ലോന്ന് നിന്നും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് കോൺട്രാക്ട്? എന്താണ് കോൺട്രാക്ട്? എന്താണ്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കോൺട്രാക്ട് എന്താണ് എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ കോൺട്രാക്ട് ഈസ് എനി അഗ്രിമെന്റ് ദാറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നാണ്. എന്താണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്? അതൊരു അഗ്രിമെന്റ് ആണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. ലോ എൻഫോഴ്സ്ഡ് ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റിനെ ആണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിന് ചില എലമെന്റ്സുകൾ ഉണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന്. അതായത് ഒരാള് ഓഫർ ചെയ്യുമ്പോൾ മറ്റൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവിടെ ഒരു പാർട്ടി വേണം. ഒരു പാർട്ടി ഇവിടെ ഓഫർ ചെയ്യാനും വേണം, വേറൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. അപ്പം അതിനെയാണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിലൂടെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഒരു ലീഗൽ റിലേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഫ്രീ കൺസെന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻസ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ലീഗൽ ഒബ്ജക്ടിവിറ്റി ആയിരിക്കണം എന്ത് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോൺട്രാക്ട് എന്ന് എന്താണ് കോൺട്രാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടതാണ് എ കോൺട്രാക്ട് ഈസ് എൻ അഗ്രിമെന്റ് ദാറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നുള്ളത്. ഓക്കെ, നമുക്കിനി ഈ ഒരു കോമൺലി വേറൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എല്ലാ കോൺട്രാക്റ്റും അഗ്രിമെന്റ് ആണ്, പക്ഷേ എല്ലാ അഗ്രിമെന്റും കോൺട്രാക്ട് ആണോ എന്നുള്ള കാര്യം. ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. കോൺട്രാക്റ്റും അഗ്രിമെന്റ് എന്ന് പറയുന്നത് രണ്ടും ഡിഫറൻസ് ആണ്. പക്ഷേ ഈ ഒരു കോൺട്രാക്റ്റിൽ എന്തുണ്ട്? അഗ്രിമെന്റ് കോൺട്രാക്റ്റിലും ഉണ്ട്, പക്ഷെ അഗ്രിമെന്റിൽ കോൺട്രാക്ട് ഉണ്ടായിരിക്കില്ല. അഗ്രിമെന്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ അഗ്രീഡ് ചെയ്തതായിരിക്കും. ഒരു സം ഓഫ് കൺസിഡറേഷൻ, അവിടെ ഒരു കൺസിഡറേഷൻസ് ഉണ്ടാവും. അതായത് അവർ രണ്ടുപേരും ഒരാൾ ഓഫർ ചെയ്ത് മറ്റുള്ള ആക്സെപ്റ്റ് ഒക്കെ ചെയ്ത് ഒരു അഗ്രിമെന്റ് ആയിട്ടുണ്ടാവും. പക്ഷേ അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആയിട്ട് എൻഫോഴ്സ്ഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ല അഗ്രിമെന്റിൽ ഉണ്ടാവുക. ഓക്കെ, പക്ഷെ കോൺട്രാക്റ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ പറ്റുള്ളൂ. സോ അതാണ് ഒരു കോൺട്രാക്റ്റും അഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? കോൺട്രാക്ട് എന്ന് പറയുന്നത് അഗ്രിമെന്റ് ആണ്, പക്ഷേ എല്ലാ അഗ്രിമെന്റിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? കോൺട്രാക്ട് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യന് എന്താണ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കോൺട്രാക്ട് എന്താണെന്ന് എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. എക്സ്പ്ലെയിൻ ദ ടേം ഡോക്ട്രിൻ ഓഫ് കാവിറ്റ് എംപയർ. എന്താ ഈ ഡോക്ട്രിൻ ഓഫ് കാവിറ്റ് എംപയർ എന്ന് ഉദ്ദേശിച്ച് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ എല്ലാവരും കടയിൽ പോയി സാധനം വാങ്ങുന്നവരാണ് അല്ലെ. ഓരോ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നവരാണ്. സോ അവര് നമുക്ക് എന്താണോ പറഞ്ഞു തരുന്നത് അത് മാത്രം കേട്ടു പോരുകയാണോ നമ്മൾ ചെയ്യുക? അല്ലല്ലേ. നമ്മൾ അവരോട് എന്ത് ചോദിക്കുന്നുണ്ട്? ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അതിന്റെ ക്വാളിറ്റി ചോദിക്കുന്നുണ്ട്, അതിന്റെ യൂസേജ് ചോദിക്കുന്നുണ്ട്, അതിന്റെ ബെനിഫിറ്റുകൾ ചോദിക്കും. ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ അറിയുന്നുണ്ട് അല്ലെ. സോ അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് കാവിറ്റ് എംപയർ എന്ന് പറയുന്നത്. സോ സിംപ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ ലെറ്റ് ദ ബയർ ബിവെയർ എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിനെ പറയാം. എന്താണ്? ലെറ്റ് ദ ബയർ ബിവെയർ. അതായത് ബയർ എപ്പോഴും ബിവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ കെയർ ആയിരിക്കണം, കെയർഫുൾ ആയിരിക്കണം, അവെയർ ആയിരിക്കണം. എന്തിനെ കുറിച്ച്? ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനെ കുറിച്ച്. സോ അതാണ് ഡോക്ട്രിൻ ഓഫ് കാവിറ്റ് എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, but doctrine of caveat emptor is the Latin term that means let the buyer beware. It is a principle in a contract law that places the responsibility on the buyer to examines and access the product or services before making a purchase. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു ബയ്യറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ.
ഒരു ബയർ നിർബന്ധമായിട്ടും അറിയേണ്ടതാണ് എന്താണ് അതായത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും. അതാണ് എന്ത് പറയുന്നത്, ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്നത്. സോ ഡോക്ട്രിൻ ഓഫ് കാവിറ്റി എംപയർ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഈ ഒരു ടേം കേൾക്കുന്ന സമയത്ത് എന്തോ ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ആണ് എന്നും തോന്നിപ്പോവണ്ട. വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ നിന്നും എടുത്ത് എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക, ലെറ്റ് ദ ബയർ ബിവെയർ എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ കണ്ടീഷൻ ആൻഡ് ഗ്യാരണ്ടി. എന്താണ് കണ്ടീഷൻ, എന്താണ് ഗ്യാരണ്ടി? ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ കണ്ടീഷൻ ആൻഡ് ഗ്യാരണ്ടി. എന്താണ് കണ്ടീഷൻ, അതുപോലെ തന്നെ എന്താണ് ഗ്യാരണ്ടി എന്നുള്ള കാര്യം ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇൻകം ടാക്സ് ലോ, അതായത് ഇൻകം ടാക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചില കണ്ടീഷൻസുകളൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. ഒരാൾ റെസിഡന്റ് ആവുന്ന എപ്പി, നോൺ റെസിഡന്റ് ആവുന്ന എപ്പി എന്നുള്ള കാര്യം. സോ അതിൽ ചില കണ്ടീഷൻസുകൾ ഫോളോ ചെയ്താൽ മാത്രമായിരിക്കും അവരെന്താവുക, റെസിഡന്റ് ആവുക. സോ ആ ഒരു കണ്ടീഷൻസുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്താൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, ആ ഒരു എന്താ ഒരു അവര് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവിടെ എന്തുണ്ടാവും, ആ ഒരു റെസിഡന്റ് ആണ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടേംസ് ആണ്. അപ്പൊ ഇപ്പൊ ഇൻ ദ കേസ് കോൺട്രാക്റ്റില് ഒരു കോൺട്രാക്ട് ആവണമെങ്കിൽ, അങ്ങനെ കോൺട്രാക്ട് എന്താ നിങ്ങൾക്ക് അറിയാലോ, അഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ആ ഒരു കോൺട്രാക്ട് ആവണമെങ്കിൽ അവിടെ ചില കണ്ടീഷൻസുകൾ അവർ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻസുകൾ ഫോളോ ചെയ്ത് അവര് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കോൺട്രാക്ട് എന്താവുള്ളൂ, വാലിഡ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കോൺട്രാക്റ്റിന് എന്താവും, ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യും, നമ്മൾ ഒഴിവാക്കും. അതാണ് എന്താണ് പറയുന്നത്, കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ എ കോൺട്രാക്ട് ഫോർ ദി സെയിൽ ഓഫ് എ കാർ, എ കണ്ടീഷൻ കുഡ് ബി ദാറ്റ് ദ കാർ മസ്റ്റ് ബി ഡെലിവേർഡ് ബൈ എ സ്പെസിഫിക് ഡേറ്റ്. ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് നോട്ട് ഫുൾഫിൽ, ദ ബയർ ക്യാൻ ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. ഇപ്പൊ നമ്മൾ ഒരു കാർ വാങ്ങാണ് വിചാരിച്ചു. അപ്പൊ ആ ഒരു കാറിൽ എന്തുണ്ടാവും, ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. സോ ആ ഡേറ്റിൽ നമ്മുടെ കയ്യിലേക്ക് ആ കാർ എത്തണം, ഡെലിവേർഡ് ആവണം എന്നായിരിക്കും ഉണ്ടാവുക. അപ്പം ആ ആള് നമുക്ക് എന്ത് ചെയ്യും, ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു, നമുക്ക് ആ കാർ ഡെലിവേർഡ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് ആണ് ബയർ എന്ത് ചെയ്യും, ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ അവിടുന്ന് വിഡ്രോ ചെയ്യും, ആ കോൺട്രാക്ട് വിഡ്രോ ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയാം. സോ അത് തന്നെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ കണ്ടീഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതൊരു ടേംസ് ഓഫ് കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടേംസ് ഓഫ് കോൺട്രാക്ട് ആണെന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഒരു അതായത് ഒരു കോൺട്രാക്ട് ഇപ്പം നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് വോയിഡ് ആയിട്ട് മാറും എന്ന് കാര്യം മാത്രം ഓർത്ത് വെക്കുക. അതിനൊരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ നമ്മളൊരു കാർ വാങ്ങിക്കാൻ പോയി, നമുക്കൊരു പെർട്ടിക്കുലർ ആയ ഡേറ്റിൽ ബയർ വാങ്ങണം എന്ന് ഡേറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തു. പക്ഷെ ബയർ നമുക്ക് തന്നില്ല, അവരെന്തൊക്കെയോ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരുത്തി. സോ ആ ബയർ എന്ത് ചെയ്തു, ആ ഒരു കോൺട്രാക്ട് വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെയുള്ള സിറ്റുവേഷനെ ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഗ്യാരണ്ടി എന്നുള്ളത്. ഗ്യാരണ്ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോമിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്, ഈ ഒരു പ്രോഡക്റ്റ് കേടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് റിക്കവറി ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് വേറെ നിങ്ങൾക്ക് എക്സ്ട്രാ കോസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല, ഐ ആം പ്രോമിസിങ് യു, അല്ലെങ്കിൽ ഒരു ഉറപ്പ് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്ന ഒരു വിശ്വാസം മറ്റുള്ള ഒരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒരു അഷുറൻസ് ക്രിയേറ്റ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇഫ് എ ഗ്യാരണ്ടി ഈസ് ബ്രോക്കൺ, കോൺട്രാക്ട് സ്റ്റിൽ സ്റ്റാൻഡ്, ബട്ട് ദ പാർട്ടി ദാറ്റ് പ്രൊവൈഡ് ദ ഗ്യാരണ്ടി മേ ബി റിക്വയർഡ് ടു ഫിക്സ് ദ ഇഷ്യൂ ഓർ കോമ്പൻസേറ്റ് ദ അതർ പാർട്ടി. അപ്പം ഇവിടെ ഇപ്പൊ ഒരു ഗ്യാരണ്ടി, ഇപ്പൊ ഒരാൾ ഒരു ഗ്യാരണ്ടി ചെയ്തു, അല്ലപ്പോ ആ ഗ്യാരണ്ടി ഫെയിൽഡ് ആയി. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം, ക്ലെയിം ചെയ്യണം കേട്ടോ, ഓപ്പോസിറ്റ് പാർട്ടി ക്ലെയിം ചെയ്യാം. അപ്പം ഇവിടെ ഈ സെല്ലർ മേ പ്രൊവൈഡ് എ ഗ്യാരണ്ടി ദാറ്റ് എ വാഷിംഗ് മെഷീൻ വിൽ വർക്ക് ഫോർ 1 year. ഇഫ് ഇറ്റ് ബ്രേക്ക് വിത്തിൻ ദാറ്റ് ഇയർ, സെല്ലർ മസ്റ്റ് റീപെയർ ഓർ റീപ്ലേസ് ഇറ്റ്. അപ്പം ഇവിടെ എന്താ ഗ്യാരണ്ടി കൊടുത്തത്, ഇപ്പൊ നമ്മൾ പറയാണ് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയ സമയത്ത് ഇതിന് 1 year ആണ്, ഇതിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, നമ്മൾ ഗ്യാരണ്ടി 1 year തരുന്നുണ്ട്. വിത്തിൻ 1 year നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതിന്റെ എല്ലാ എക്സ്പെൻസും ആര് മീറ്റ് ചെയ്യും,
കമ്പനി മീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം അവർക്ക് കൈമാറി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ കോൺട്രാക്റ്റില് ഈ കാര്യം മനസ്സിലായില്ലേ? എന്താണ് കണ്ടീഷൻസ് എന്നും എന്താണ് ഗ്യാരണ്ടി എന്നും ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് എന്താണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ചാർട്ടേഡ് കമ്പനി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനികൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. എന്താ പബ്ലിക് കമ്പനി, എന്താ പ്രൈവറ്റ് കമ്പനി, എന്താ അതിൽ എന്തൊക്കെ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പം എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ആ കാര്യങ്ങളോട് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇവിടെ ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഈ ഒരു കമ്പനി ഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ റൺ ചെയ്യുന്നതോ ഓൺ ദ ബേസിക് ഓഫ് ദ ചാർട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ മൊണാർക്ക് ഓർ ഗവൺമെന്റ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ഒരു കൺട്രിയുടെ കിങ്ങോ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഇവിടെ ഈ ഒരു കമ്പനി ഫോം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. അവരാണ് ഇവിടെയുള്ള ഈ ഒരു കമ്പനിന്റെ ഓൾ ഓവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് ലീഗലി അല്ലെങ്കിൽ ലെജിസ്ലേഷൻ ഓർ ദ ആക്ട് ഓഫ് എ പാർലമെന്റിന്റെ ഒരു ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ടെൻഷൻ ആവേ വേണ്ട, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു വെച്ചാൽ മതി. ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞ ചാർട്ടേഡ് ഓർ കിങ് ഫോം ചെയ്യുന്നതാണ്. മറ്റേതാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ ലെജിസ്ലേഷൻസ് ഓർ ദി ആക്ട് ഓഫ് പാർലമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു കാര്യം, ഈ ഒരു ചാർട്ടേഡ് കമ്പനിക്ക് എക്സാമ്പിൾ നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. കിങ് ആണ് അത് കമ്പനി ഫോം ചെയ്ത്, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്ത്യ റെയിൽവേസ്, ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. അതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്താണ് കമ്പനി എന്ന് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ടേം ഏജന്റ്. എന്താണ് ഏജന്റ് എന്നുള്ളത്? ഇപ്പൊ നമുക്കറിയാം ചില സ്ഥലത്തൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഏജന്റിനോട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഏജന്റ് ആണ് മെയിൻലി നമ്മൾ കേൾക്കുന്ന റിയൽ എസ്റ്റേറ്റിന്റെ കേസിലൊക്കെയാണ് അല്ലെ. അപ്പം അത് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം നമ്മളുടെ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ വേറൊരു പാർട്ടിയെ ഏൽപ്പിക്കണം. അപ്പൊ ഓൾ ഓവർ ദി കൺട്രോളും ആ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ആർക്കായിരിക്കും ഉണ്ടാവുക? നമ്മൾ ഏൽപ്പിച്ച ആ പേഴ്സണിനായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഏൽപ്പിച്ച ആ ഒരു പേഴ്സണിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഏജന്റിന് ചെയ്യാനുള്ള അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിന്റെ റോള് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് പവർ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ശരിക്കും ഒരു ഏജന്റിന് നമ്മളൊരു ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റോൾ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യണം? ആ ഒരു വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആണ് ആ ഒരു ജോലി ചെയ്യാൻ. ഓക്കെ, ഏജന്റ് എന്നാണ് അതിന്റെ കീ പോയിന്റ്സ് ഓർത്ത് വെക്കുക. അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, റോളും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ജനറൽ ഏജന്റ് എന്ന് പറയുന്നത്. ഈ ജനറൽ ഏജന്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്രോഡ് അതോറിറ്റി ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ ഇൻ വേരിയസ് മാറ്റർ. എക്സാമ്പിൾ എ മാനേജർ. ഒരു മാനേജർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാനേജർ പോസ്റ്റ് പോലെയാണ് ഇവര് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില സിറ്റുവേഷനുകളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നതാണ് സ്പെസിഫിക് ഏജന്റ് എന്ന് പറയുന്നത്. സബ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏജന്റിനെ നമ്മൾ ഓൾറെഡി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ അണ്ടറിലേക്കായിട്ട് അവര് തന്നെ ഒരു സ്പെസിഫിക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഏജന്റിനെ വെക്കുന്നതിനെയാണ് സബ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ബെയിലർ, അതുപോലെ തന്നെ എന്താണ് ബെയിലി എന്നുള്ള കാര്യം. ബെയിൽമെന്റിലാണ് ഉള്ള ടേം ആണ് ബെയിലർ ആൻഡ് ബെയിലി എന്ന് പറയുന്നത്. എന്തായിരിക്കും ബെയിൽമെന്റ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മളുടെ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ടെമ്പററി ആയിട്ട് ഒരു ഗുഡ്സിന്റെ പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെ ആണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആരാണോ ആ പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അവരെ നമ്മൾ ബെയിലർ എന്നും, ആരാണോ ആ പൊസിഷൻ ഓഫ് എ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്, ആരാണോ അത് സ്വീകരിക്കുന്നത് അല്ലെ, അവരെയാണ് നമ്മൾ ബെയിലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ ബെയിലർ എന്താ, ബെയിലി എന്താ, ബെയിൽമെന്റ് എന്താ മനസ്സിലായില്ലേ? ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ ഓഫ് എ ഗുഡ്സിന്റെ ട്രാൻസ്ഫർ
പൊസിഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ ടെമ്പറലി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് പറയുന്നു? ബെയിലർ എന്നും, ആരാണോ റിസീവ് ആവുന്നത് അവരെ നമ്മൾ ബെയിലി എന്ന് പറയുന്നു. നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോഷ്യൂറിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് കോഷ്യൂറിറ്റി എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ലോണോ കാര്യങ്ങളോ നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തു, നമുക്ക് എന്താണ്, നമ്മൾ ഡെപ്റ്റ് ആണ് അല്ലെ, ഒരു കമ്പനി ഡെപ്റ്റ് ആണ്. കമ്പനി ഡെപ്റ്റ് മീൻസ് റെസ്പോൺസിബിൾ ആണ്. അവർ ആ ഒരു ലോണോ കാര്യങ്ങളോ എടുക്കുന്ന സമയത്ത് കമ്പനി ഈസ് റെസ്പോൺസിബിൾ ടു പേ ദാറ്റ് ഡെപ്റ്റ്. ആ ഡെപ്റ്റ് പേ ചെയ്യാൻ എന്ത് ചെയ്യണം? കമ്പനി റെസ്പോൺസിബിൾ ആണ്. സോ അതിലുള്ള ഒരു വ്യക്തി ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അവർ മരിച്ചു പോയെന്ന് വിചാരിച്ചു, അപ്പൊ അവർക്ക് ആ ഡെപ്റ്റ് മീറ്റ് ചെയ്യണം അല്ലെ. സോ അവരുടെ ആ ഒരു പ്രസൻസിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരാൾക്കും ആ ഒരു ഒബ്ലിഗേഷൻ, ആ ഒരു ഡെപ്റ്റിന്റെ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ വെക്കുന്ന ഒരു പേഴ്സണെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കോഷ്യൂറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോഷ്യൂറിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ എ എൻറ്റിറ്റി ഹു ഷെയർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗ്യാരണ്ടിങ് ദ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഓർ ദ പെർഫോമൻസ് ഓഫ് എൻ ഒബ്ലിഗേഷൻ അലോങ് വിത്ത് വൺ ഓർ മോർ ഷ്യൂറിറ്റി. അതായത് ഒന്നുമില്ല, നമുക്ക് ഒരു ഒബ്ലിഗേഷൻ വന്നു കഴിയുമ്പോൾ എനിക്കൊരു ഡെപ്റ്റ് ഉണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പം എനിക്കൊരു ഒബ്ലിഗേഷൻ ആയിട്ട്, അതായത് എന്റെ ഡെപ്റ്റ് മീറ്റ് ചെയ്യാനുള്ള റൈറ്റ്സിന് ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് ഉണ്ടാവാം. സോ അവരായിരിക്കും ആ ഡെപ്റ്റ് മീറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതാണ് കോഷ്യൂറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ വോയിഡ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട്. എന്താണ് വോയിഡ്, എന്താണ് വോയിഡബിൾ കോൺട്രാക്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരു വാലിഡ് കോൺട്രാക്ട് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ നിയമപരമായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് എപ്പോഴും വാലിഡ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ വോയിഡബിൾ എന്ന് പറയുന്നത് വാലിഡ് കോൺട്രാക്ട് തന്നെ ആയിരിക്കും, പക്ഷെ ചില കാരണത്താൽ അത് വോയിഡ് ആയിട്ട് പോവാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ പാർട്ടിയിൽ 2 പാർട്ടീസ് ഉണ്ട്, അതിൽ ഒരു പാർട്ടി കോൺട്രാക്ടർ വന്നു, മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെയ്യുന്ന സൈൻ ചെയ്ത് കൊടുക്കുന്ന ആരാണ്? മൈനർ ആണ്. സോ അതെന്താണ്? ഒരു വോയിഡബിൾ കോൺട്രാക്ട് ആണ്. ഓക്കെ, പിന്നെ എല്ലാ ഇൻവാലിഡ് കോൺട്രാക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് ആൻഡ് ആക്ച്വൽ ബ്രീച്ചസ് ഓഫ് എ കോൺട്രാക്ട്. ഇത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടാട്ടോ പഠിച്ചത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ഒന്നും കൂടെ ഈസി ആവും. അപ്പൊ നിങ്ങൾ ആ എക്സാമ്പിൾ ചിന്തിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇപ്പം ആന്റിസിപ്പേറ്ററി കോൺട്രാക്ട് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ കൊടുത്തു, നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു, പെർട്ടിക്കുലർ ഡേറ്റിൽ സാധനം നമ്മുടെ കയ്യിൽ എത്തും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓക്കെ, നമ്മൾ കാത്തിരിക്കുകയാണ്, നമുക്ക് ആ ഡേറ്റിലേക്ക് പ്രൊഡക്റ്റ് ഒക്കെ എത്തുമുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ പെർട്ടിക്കുലർ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലേ, ആ ഡേറ്റിന്റെ മുന്നേ തന്നെ നമ്മളുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തി. സോ അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുത്തു, നമുക്കൊരു പെർട്ടിക്കുലർ ഡേറ്റിലേക്ക്, അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തു, അവർ സ്വീകരിച്ചു, അപ്പൊ ഇവിടെ ഒരു കോൺട്രാക്ട് ആയില്ലേ, അഗ്രിമെന്റ് പിന്നെ കോൺട്രാക്ട് ആയി മാറി. സോ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ അവർ എത്തിക്ക എന്ന് പറഞ്ഞു, നമ്മൾ ഓക്കെ, നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ആ ഡേറ്റിന് മുന്നേ ആയിട്ട്, അതായത് നമ്മുടെ കയ്യിലെത്തി. അങ്ങനെയുള്ള ശരിക്കും ഒരു കോൺട്രാക്ട് നടക്കുന്ന ഡേറ്റിന്, അപ്പൊ നമ്മുടെ കയ്യിൽ എത്തുന്ന സമയത്താണ് കംപ്ലീറ്റ്ലി വാലിഡ് ആവുക. സോ അതിന് മുമ്പ് തന്നെ, ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ നമുക്ക് എത്തുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേറെ കാര്യമാണ് ആക്ച്വൽ ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. എന്താ ഈ ആക്ച്വൽ ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട്? ഇപ്പൊ നമ്മളൊരു ഓർഡർ കൊടുത്തു, ആ ഓർഡറിന് ശേഷമോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിനോ നമ്മളുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞു. അങ്ങനെയുള്ള സിറ്റുവേഷനെ ആണ് ആക്ച്വൽ ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആക്ച്വൽ ബ്രീച്ചസ് ഓഫ് കോൺട്രാക്റ്റും അതുപോലെ തന്നെ ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഓഫ് കോൺട്രാക്റ്റും. അപ്പം ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഓൾസോ കോൾഡ് ആന്റിസിപ്പേറ്ററി റിപ്പിറ്റേഷൻ occur when the one party express or indicate the intention not to perform their contractual duties before the performance is due. This can be done either explicitly refusing to perform the contract or by doing the something that make the performance impossible. Okay.
ആക്ച്വൽ ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ breaches of contract occurred when one party failed to perform their obligation on the due date or refused to perform in the time for performance as arrived or perform the correct contract incorrectly. Okay. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sara is the process of setting up a tech startup and it is the stage where she need to formally register her company with the appropriate authority. She learned that creating a certain condition document is crucial for this purpose for external affair. സാറാസ് ക്രൂഷ്യൽ ഫൗണ്ടേഷൻ ഡോക്ക്. അപ്പൊ അതായത് ഇവിടെ എന്താ ചോദിച്ചത്, സാറ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം. സോ അവര് കമ്പനി ഒക്കെ രജിസ്റ്റർ ചെയ്യണം. സോ അതിന് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു എക്സ്റ്റേണൽ അഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണം. സോ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ പ്രോസസ് എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് എന്താണ് എക്സ്റ്റേണൽ അഫെയർ എന്ന് നിങ്ങൾ ഓർക്കണം. വാട്ട് മീൻ ബൈ എക്സ്റ്റേണൽ അഫെയർ? എക്സ്റ്റേണൽ അഫെയർ എന്ന് പറയുന്ന സമയത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ ആണ് എക്സ്റ്റേണൽ അഫെയർസ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇന്റേണൽ അഫെയർസ് എന്ന് പറയുന്നത് എന്താ? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ ആണ് ഇന്റേണൽ അഫെയർ എന്ന് പറയുന്നത്. എന്താ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്? ഒരു കമ്പനീന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, വിത്തിൻ ദ ഓർഗനൈസേഷനിലുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് എന്ത്? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ വിച്ച് ആർ ഒബ്റ്റെയിൻ ഫോളോ ബൈ ദ കമ്പനി ഫോളോ ചെയ്യേണ്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണ് എന്തിലുണ്ടാവുക? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവുക. നെക്സ്റ്റ്, ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റ് ഈസ് റിക്വയർഡ് ഡോക്യുമെന്റ് ഫോർ കമ്പനി രജിസ്ട്രേഷൻ വിത്ത് രജിസ്ട്രാർ ഓഫ് എ കമ്പനി. അപ്പൊ നമ്മളൊരു കമ്പനി രജിസ്ട്രേഷനും കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ആ ഒരു ഡോക്യുമെന്റിൽ ഒരു കമ്പനിന്റെ ലീഗൽ പവർ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു കമ്പനി എന്ത് ആക്ടിവിറ്റീസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ അതിലുണ്ടാവും. ഓക്കെ. മെയിൻലി ആയിട്ട് കമ്പനീന്റെ നെയിം നമ്മൾ അവിടെ കാണിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്ത ഓഫീസിന്റെ നെയിം കാണിക്കണം. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് കാണിക്കണം. ലാബിലിറ്റി ക്ലോസും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഓക്കെ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കാണിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ്, അതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ MOA ലീഗലി ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം. ഈ ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അത് ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്തതിന് ശേഷം ഒരു ഒഫീഷ്യലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കമ്പനിയെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ. അതാണ് എന്ത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. The next question is that what is contract of sale? What are its essential and how do we classify the goods as per the Sale of a Goods Act 1930? അതായത് എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ? ഇപ്പൊ കോൺട്രാക്ട് ഓഫ് സെയിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കില്ലേ. കാരണം സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം കടയിൽ പോയി വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനാണ്. മീൻസ് ബയറും സെല്ലറും ഉണ്ടാവും അല്ലെ, രണ്ട് പാർട്ടീസ് അവിടെ ഉണ്ടാവും. ഒരു സെല്ലർ എന്ത് ചെയ്യും? അവരുടെ ഗുഡ്സ് എന്ത് ചെയ്യും? ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബയർ അത് ആക്സെപ്റ്റ് ചെയ്ത് അവരത് വാങ്ങിക്കും. അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യും? ഒരു പേയ്മെന്റ് നടക്കും. അതാണ് ആക്ച്വലി കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, ഓർത്ത് വെക്കുക. 1913 ആണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്. പിന്നെ വേറൊരു പ്രത്യേകത, നിങ്ങൾ എല്ലാ ആക്ടുകളും നോക്കി വെക്കുക കേട്ടോ. കോൺട്രാക്ട് ആക്ട് എന്താണ്, കമ്പനി ആക്ട് എന്താണ്, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് എന്താ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആക്ട് എന്നാണ് ഉള്ളത് എന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ. അതന്നെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ. എന്താ മനസ്സിലായില്ലേ? ഈ കോൺട്രാക്ട് ഓഫ് സെയിലിൽ വരുന്ന ചില എലമെന്റ്സുകളാണ് എന്തൊക്കെയാണ്? ഒരു സെല്ലറും ബയറും തമ്മിൽ അവിടെ എന്തുണ്ട്? ഒരു അഗ്രിമെന്റ് ഉണ്ട്. അവിടെ അവർ ആ ഒരു ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഗുഡ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പൊ ഒരു സെല്ലർ ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ ബയ്യർ അവർക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ പിന്നെ ആ പ്രോഡക്റ്റ് ആരുടേതായിരിക്കും? ആ ബയ്യർത് തന്നെ ആയിരിക്കും അല്ലെ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് പ്രൈസ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് ആണ് അല്ലെ.
പിന്നെ മ്യൂച്വൽ കൺസെന്റ് ആണ്, അതായത് രണ്ട് പാർട്ടീസും ഫ്രീലി ആയിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ വരണം. അതായത് കോയേഷൻസ് മീൻസ് റെപ്രസെന്റേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, വേറൊരാളുടെ ഇൻഫ്ലുവൻസ് കാരണം അങ്ങനെയൊന്നും ആവരുത്. സ്വന്തം താല്പര്യപ്രകാരം ആയി ഒരു മീൻസ് പ്രൊഡക്റ്റ് വാങ്ങിക്കണം. അപ്പോഴാണ് അതൊരു മ്യൂച്വൽ കൺസെന്റ് ആവുന്നത്. പിന്നെ കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ് ആണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്, ലീഗലി ഉള്ള ഒരു കാര്യമായിരിക്കണം. പിന്നെ ലീഗൽ പർപ്പസ് ആണ്. അപ്പം ഇത്രയുമാണ് എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനോട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തികച്ചും ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ സ്പീഡപ്പ് ചെയ്ത് പറയാം. എന്താണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു. കോൺട്രാക്ട് എന്ന് പറഞ്ഞ ഒരു അഗ്രിമെന്റ് ലോ എൻഫോഴ്സ്ഡ് ചെയ്തതിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് കാവിറ്റി എംപയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മള് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ബയർ ബിവെയർ ആവുക എന്നാണ് അതിനെ മീൻ ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം എന്താണ് കണ്ടീഷൻ, അതുപോലെ തന്നെ എന്താണ് ഗ്യാരണ്ടി എന്നുള്ളതാണ്. കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫണ്ടമെന്റൽ ടേംസിനെയാണ്. ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രോമിസ് ആണ്. അതുപോലെ തന്നെ എന്താണ് ചാർട്ടേഡ് കമ്പനി, അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി നോക്കി. ചാർട്ടേഡ് കമ്പനി എന്ന് പറയുമ്പോൾ ചാർട്ടേഡ് ഫോം ചെയ്ത കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത് സ്പെഷ്യൽ ആക്ട് കാരണം അല്ലെങ്കിൽ കമ്പനി ലോ പാർലമെന്റിൽ ആക്ട് പ്രകാരം വന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. പിന്നെ ഏജന്റ് എന്താന്ന് നോക്കി. ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിനെ നമ്മൾ ഒരു ആളുടെ ബിഹാഫിൽ അല്ലെങ്കിൽ ഒരാളുടെ ബിഹാഫിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ആളെ നമ്മൾ എന്ത് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തു. അവരാണ് പിന്നെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അവരെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ആ ഏജന്റുമായിട്ട് ലീഗൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സ് അല്ലെ. പിന്നെ നമ്മൾ അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യണം, റോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ബെയിൽമെന്റ് ആയിരുന്നു. അതായത് ഒരു പൊസിഷൻ ഓഫ് എ ഗുഡ്സിന്റെ ഒരു ഓണർഷിപ്പ് ടെമ്പററി ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ആരാണോ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെ ബെയിലർ എന്നും, ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെ ബെയിലി എന്നും പറയുന്നു. കോ ഷ്യൂറിറ്റി എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ്, അതായത് ഒരു ഡെപ്റ്റ് വന്ന സമയത്ത് വേറൊരാളും കൂടെ അതിൽ ഒബ്ലിഗേറ്റഡ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറൊരാളുടെയും ഒബ്ലിഗേഷൻസ് ആവണം. നമുക്ക് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളൊരു ഷ്യൂറിറ്റി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. സോ അതിനെയാണ് കോ ഷ്യൂറിറ്റി എന്ന് പറയുന്നത്. പിന്നെ വോയിഡ് കോൺട്രാക്ട് എന്താ, വാലിഡ് വോയിഡബിൾ നമ്മൾ നോക്കി. ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ആക്ച്വൽ കോൺട്രാക്ട് നടക്കുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ ഒരു കോൺട്രാക്ട് ഒക്കെ ചെയ്യുന്നതിനെയാണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആക്ച്വൽ ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഡേറ്റോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഉള്ളതിനെയാണ്. ഓക്കെ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെന്റ് ആണ്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ്. ഇതിൽ കമ്പനീന്റെ നെയിം, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനീന്റെ എക്സ്റ്റേണൽ അഫയർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ കോൺട്രാക്ടിങ് ഓഫ് എ സെയിൽ ആണ്. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, ഇതൊരു സെല്ലറും ബയറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അതിന്റെ ആക്ട് എന്ന് പറയുന്നത് 1913 അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എക്സാമിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.